CPM-ന്റെ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസുമൊക്കെ ഇന്ന് അടുത്തടുത്ത് വരികയാണ്. 1964 CPM രൂപീകൃതമായതിനു ശേഷം പാർട്ടി ഏറ്റവുമധികം നാണം കെട്ട വിധത്തിൽ സംസ്ഥാന സമ്മേളനത്തെയും പാർട്ടി കോൺഗ്രസിനെയും അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആ നാണക്കേട് സൃഷ്ടിച്ചതാകട്ടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും. ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന കുലശേഖരപുരത്ത് ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാന സമിതി അംഗങ്ങളെയും പ്രതിനിധികളെയും പൂട്ടിയിട്ട സംഭവം ഉണ്ടായി. ഇത് ഇന്ത്യയിലാകെ തന്നെ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കി എന്നാണ് ജില്ലാ സെക്രട്ടറി സുദേവൻ്റെ റിപ്പോർട്ടിംഗ്. ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു സംഭവം പാർട്ടിയുടെ ചരിത്രത്തിൽ കേൾവി ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് സംസ്ഥാന നേതാക്കളെ പൂട്ടിയിട്ടത്. രാജ്യമെമ്പാടും കേരളത്തിലെ CPM ഘടകത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ അവമതിപ്പുണ്ടാക്കി എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി സുദേവൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതിലേക്കുള്ള കാരണങ്ങൾ, ഇവിടെ 17 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നിർത്തിവെച്ചത്. 17 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആലോചിച്ച് നോക്കുക. 3 ലോക്കൽ സമ്മേളനങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. മറ്റ് ഇടങ്ങളിലൊക്കെ ലോക്കൽ സമ്മേളനങ്ങൾ അടിച്ച് പിരിഞ്ഞു, അല്ലെങ്കിൽ നടക്കാതെ പോയി എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുലശേഖരപുരത്തും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലും ഇങ്ങനെ സംഭവിച്ചത്? അതും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. കരുനാഗപ്പള്ളി പാർട്ടിയുടെ സമ്പന്നമായ ഒരു മേഖലയാണ്. ധാരാളം പാർട്ടി പ്രവർത്തകരുള്ള, ധാരാളം പാർട്ടി സ്ഥാപനങ്ങളുള്ള ഇടമാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി. ആളുകൾക്കൊക്കെ ഈ സ്ഥാപനങ്ങളുടെ മേധാവിയാകണം, സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണം, അങ്ങനെയുള്ള ചിന്തകൾ മാത്രം. അതിന് അവർ പാർട്ടിക്കൊപ്പമല്ല നിന്നത്, ചില നേതാക്കൾക്ക് ഒപ്പം നിന്നു. ചില നേതാക്കൾക്ക് ഒപ്പം നിന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളും സാധിച്ച് എടുക്കാൻ അവർക്ക് കഴിഞ്ഞു. നേതാക്കളുടെ സ്തുതി പാഠകരായി അവർ മാറി. അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി, പാർട്ടിയുടെ ശക്തി ചോർന്നു. ഇതാണ് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ ഏരിയ കമ്മിറ്റിക്ക്, CPM-ന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് CPM-ന്റെ ഘടകമായി തുടരാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല കൈമാറിയത്. അതുമാത്രമല്ല, ജില്ലാ സമ്മേളന പ്രതിനിധികളായി ഇവിടുന്ന് ആളുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവരെ ആരെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതുമില്ല. അങ്ങനെ കടുത്ത വെട്ടിനിരത്തൽ കരുനാഗപ്പള്ളിയിൽ CPM ചെയ്തു വെച്ചു. അഡ്ഹോക് കമ്മിറ്റിയിലും ഇടപെടാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ആ കമ്മിറ്റിയെ ഹൈജാക്ക് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. അതൊരിക്കലും അനുവദിക്കില്ല. നേതാക്കളെയും താക്കീത് ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നുണ്ട്. ഒരു നേതാവിൻ്റെ പേര് അടിവരയിട്ട് പറയുന്നുണ്ട്, PR വസന്തൻ. 2021 തെരഞ്ഞെടുപ്പ് കാലം കരുനാഗപ്പള്ളിയിൽ വിജയം ഉറപ്പിച്ചു നിന്ന CPM, പക്ഷേ ഇവിടെ കോൺഗ്രസിനായി പോയി സീറ്റ്. CR മഹേഷാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. CPM ദയനീയമായി തോറ്റുപോയി. അതുമാത്രമല്ല, അതിൻ്റെ പിന്നിലെ ഘടകമാരായിരുന്നു PR വസന്തനായിരുന്നു. PR വസന്തനെ അന്ന് താക്കീത് ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ടും അയാൾ വിഭാഗീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. അതാണ് കുലശേഖരപുരത്ത് സംസ്ഥാന സമിതി നേതാക്കളെ വരെ പൂട്ടിയിടുന്ന സംഭവത്തിന് വഴി തുറന്നത് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു വസ്തുത എടുത്തു പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ CPM അണികളെ കൊണ്ട് സമ്പന്നമാണ്, ഇടത് അനുയായികളെ കൊണ്ടും അണികളെ കൊണ്ടും ഇടത് അനുഭാവികളെ കൊണ്ടും സമ്പന്നമാണ്. എന്നിട്ടും BJP-യുമായി വെറും 190 വോട്ടിൻ്റെ അന്തരം മാത്രമേ CPM-നുള്ളൂ. ആലോചിച്ച് നോക്കുക. അപ്പോൾ BJP അത്രയും വളർന്നു കയറി. CPM-ന്റെ വോട്ട് BJP-യിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. എന്നിട്ടും ഏരിയ കമ്മിറ്റി അനങ്ങിയില്ല. ഇങ്ങനെ പാർട്ടിക്ക് നിരന്തരം അവമതിപ്പുണ്ടാക്കുന്ന നടപടികൾ അണികളിൽ നിന്നും ചില നേതാക്കളിൽ നിന്നും ഉണ്ടായപ്പോൾ പോലും ഏരിയ കമ്മിറ്റി ഇടപെട്ട് അത് ശരിയാക്കിയില്ല, അല്ലെങ്കിൽ മേൽഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അണികളാണ് അല്ലെങ്കിൽ അനുഭാവികളാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന കാര്യം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായിരുന്നവർ പോലും ഇക്കാര്യം ശരിക്ക് വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ഇങ്ങനെ തുടരും. ഇത് കേട്ടുകേഴ്വിയില്ലാത്തതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 1964 പാർട്ടി രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ഇങ്ങനെ ഒരു നാണക്കേട് ഒരു ഏരിയ കമ്മിറ്റിക്ക് ഉണ്ടാകുന്നത്. ഇനി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളിയെക്കുറിച്ച് ആലോചിക്കും എന്നാണ് പറയുന്നത്. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ സംസ്ഥാന സമ്മേളനങ്ങൾ തുടങ്ങിയാൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന കാലയളവിൽ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള മറ്റ് ഈ പരിഷ്കരണങ്ങളോ അതൊന്നും ഒരിക്കലും നടന്നിട്ടില്ല. അങ്ങനെ നടക്കാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ
കരുനാഗപ്പള്ളിയിൽ അതിന് എതിരായിട്ട്, അതായത് കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ ഒരു ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി നിർബന്ധിതമായി എന്ന് റിപ്പോർട്ടിങ്ങിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വിമത വിഭാഗം, ഒരു വിഭാഗക്കാർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തിയത് വിവാദമായിരുന്നല്ലോ. ആ മാർച്ചിനെ കുറിച്ചൊക്കെ സൂചന നൽകുന്നതല്ലാതെ രൂക്ഷ വിമർശനം അവർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല എന്നതും റിപ്പോർട്ടിൽ ശ്രദ്ധേയമായ ഭാഗമാണ്. ഏതായാലും പാർട്ടിക്ക് അമ്പേ നാണക്കേട് കരുനാഗപ്പള്ളി വരുത്തിവെച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. NSSനെയും RSSനെയും അതിരൂക്ഷ ഭാഷയിലല്ലെങ്കിലും മൃദുവായിട്ടെങ്കിലും ഒന്ന് കടന്നാക്രമിച്ചിരിക്കുകയാണ് സ്വാമി സച്ചിദാനന്ദ. നമുക്കറിയാം, ആചാര പരിഷ്കരണ യാത്ര, ഗുരുധർമ്മ പ്രചാരണ സഭയും അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റുമൊക്കെ ചേർന്ന് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു. മ്യൂസിയത്ത് നാരായണ ഗുരുവിൻ്റെ പ്രതിമയുണ്ട്. അവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷമാണ് സന്യാസിമാരും അതുപോലെ തന്നെ ഗുരുഭക്തരുമായ ആളുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൻ്റെ ലക്ഷ്യം പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആചാര പരിഷ്കരണം. ആചാരം പരിഷ്കരണം എന്ന് പറയുമ്പോൾ ശിവഗിരി തീർത്ഥാടന കാലത്ത്, 92ാമത് ശിവഗിരി തീർത്ഥാടന കാലത്ത് സച്ചിദാനന്ദ സ്വാമികൾ കൊളുത്തിവെച്ച ഒരു തിരിയാണ് ആചാര പരിഷ്കരണം. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ പറയുകയും ഗുരുവിനെ, അതായത് ശ്രീനാരായണ ഗുരുദേവനെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് RSS പാളയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം വരെ മുഖ്യമന്ത്രി അന്ന് പ്രസംഗിച്ചു. അത് വലിയ വിവാദമാവുകയും വളരെ വലിയ സജീവമായ ചർച്ചകൾക്കും വേദി തുറന്നിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായാണ് ശിവഗിരി മഠം ഏറ്റെടുത്ത ദൗത്യം. അത് നിറവേറ്റുന്നതിന് വേണ്ടി ഗുരുധർമ്മ പ്രചാരണ സഭയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ചേർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയത്. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയൊക്കെ ഇതിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നാരായണീയർ ആകമാനം തന്നെ ശിവഗിരി മഠത്തിന് ഒപ്പം ചേർന്ന് നിന്ന് SNDP യോഗത്തിന് വേറിട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അതിലെയും ആളുകൾ ഈ ധർണയിൽ മാർച്ചിൽ പങ്കെടുത്തു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അവർക്കും ഈ ശിവഗിരി മഠത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുകയില്ല. ഈ സമുദായ അംഗങ്ങൾക്ക് നാരായണ ഗുരുദേവനെ തള്ളിപ്പറയുന്ന SNDPയോടൊപ്പം വെള്ളാപ്പള്ളിയോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം എത്ര കാലം ആളുകൾ ഇങ്ങനെ നിൽക്കും, ഒട്ടുചേർന്ന് നിൽക്കും? അങ്ങനെ പറ്റില്ല. നാരായണ ഗുരുവിൻ്റെ ധർമ്മവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രചരിപ്പിക്കാനാണ് ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരി മഠത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഗുരുധർമ്മ പ്രചാരണ സഭ ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു മാർച്ച്, പ്രത്യക്ഷ സമരം പോലെ തന്നെ ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചത്. സച്ചിദാനന്ദ സ്വാമികൾ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഷർട്ട് ഊരി, അതായത് മേൽവസ്ത്രമില്ലാതെ അമ്പലങ്ങൾക്കുള്ളിൽ പ്രവേശിക്കുക എന്നത് പരമ്പരാഗതമായുള്ള ഒരു ആചാരം തന്നെയാണ്. അതിനെ ആ ആചാരം അല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ആചാരം കാരണം പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളൊന്നും അമ്പലങ്ങളിലേക്ക് വരുന്നില്ല, ക്ഷേത്രങ്ങളിലേക്ക് വരുന്നില്ല. കാരണം അവിടെ വന്ന ഉടനെ ഷർട്ട് ഊരി മാറ്റണം എന്ന നിബന്ധനയുള്ളത് കൊണ്ട് ആളുകൾ ക്ഷേത്രങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അത് മാറണമെങ്കിൽ ആചാരം പരിഷ്കരിക്കപ്പെടണം. ശുഭ്രവസ്ത്രധാരികളായി വരുന്ന, ശുചിത്വത്തോടു കൂടി വരുന്ന എല്ലാ ആളുകൾക്കും അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പറ്റണം, പ്രാർത്ഥിക്കാൻ പറ്റണം. അതാണ് ഗുരുധർമ്മ പ്രചാരണ സഭയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ശിവഗിരി മഠവും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോൾ ഇതൊരു ആചാര പരിഷ്കരണമാണ്, അല്ലാതെ പരിഷ്കരണം കാലത്തിനനുസരിച്ച് വേണം. അത് തന്നെയാണ് ഗുരുദേവനും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ശിവഗിരി മഠം ഇപ്പോൾ എടുത്ത് പറയുന്നത്. മാത്രമല്ല, ചില സമുദായങ്ങൾ, അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് NSSൻ്റെ കാര്യം, ചില സമുദായങ്ങൾ ദേവസ്വം ഓഫീസുകളും ദേവസ്വം സ്ഥാപനങ്ങളെയും ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാടില്ല. ജനസംഖ്യ ആനുപാതികമായി നിയമനങ്ങൾ നടക്കണം. അതായത് അധസ്ഥിത വർഗ്ഗക്കാരും സാധാരണക്കാരുമാണ് അമ്പലങ്ങളിലേക്ക് വരുന്നതും നേർച്ച നൽകുന്നതും. അവരുടെ കാശ് കൊണ്ട് ചില സമുദായക്കാർ
പ്രത്യേകിച്ച് NSS തന്നെയാണ് ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അവർ തിന്നു കൊഴുക്കുകയാണ്. അത് പാടില്ല. ജനസംഖ്യ ആനുപാതികമായി എല്ലാവർക്കും നിയമനം നൽകണം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ, എല്ലാ ജാതിയിൽ നിന്നുള്ള പൂജാരിമാരെയും ഉൾപ്പെടുത്തണം എന്നിങ്ങനെയുള്ള കുറേ ആചാര പരിഷ്കരണ നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് സ്വാമി കൈമാറുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ, അതായത് ഇങ്ങനെ വളരെ വലിയൊരു പരിഷ്കരണമാണ് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത്. അത് വരികയാണെങ്കിൽ ഒരു പക്ഷേ എന്നല്ല, നിരവധി ആളുകൾ വീണ്ടും ക്ഷേത്രങ്ങളിലേക്ക് എത്തിത്തുടങ്ങും, പ്രത്യേകിച്ച് യുവാക്കൾ എത്തിത്തുടങ്ങും. ഗുരുധർമ്മ കീർത്തനങ്ങൾ, ഞാൻ പറഞ്ഞില്ല, RSSനെ വിമർശിക്കുന്ന ഇവിടെയാണ്. ഗുരുവിൻ്റെ കീർത്തനങ്ങൾ, ഗുരുവിൻ്റെ കൃതികൾ ജപിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകളെ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് RSSകാർ ആട്ടി ഓടിച്ച സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഉണ്ടാകാൻ പാടില്ല. ഗുരുദേവന്റെ കൃതികൾ ജപിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അനുമതി നൽകണം. അതുപോലെ തന്നെ ഗുരുദേവ കൃതികളും വിവേകാനന്ദ സ്വാമികളുടെ കൃതികളും ചട്ടമ്പി സ്വാമികളുടെ കൃതികളും പഠിപ്പിക്കുവാനുള്ള പാഠശാലകൾ ക്ഷേത്രങ്ങളിൽ തയ്യാറാക്കണം, പഠിപ്പിക്കണം. ഇതൊക്കെ ആളുകളെ, പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെ തുടങ്ങിയ കുറേ ആവശ്യങ്ങളാണ് ഈ നിവേദനത്തിൽ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, NSSനെയും RSSനെയും പ്രത്യക്ഷത്തിൽ രൂക്ഷമായി വിമർശിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ നിവേദനത്തിലും RSSനെയും NSSനെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമികൾ ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നിവേദനം സമർപ്പിച്ചത്. സമാധി വിവാദം കേരളത്തെ കൊണ്ടു നിർത്തുന്നത് ഏതോ ഇരുണ്ട കാലത്താണെന്ന് ആരും പറയാതെ തന്നെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായി കാണണം. വിശ്വാസമാകാം, അത് അന്ധവിശ്വാസമായാൽ എങ്ങനെയെന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുകയാണ് കേരളത്തിലെ പരിഷ്കൃത സമൂഹം, അതായത് സാക്ഷര സമൂഹം ഒന്നടങ്കം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ചില പരാമർശങ്ങളാണ് ഈ വാർത്താശകലത്തിൻ്റെ അടിസ്ഥാനം. ദേശാഭിമാനിയിൽ എഴുതി, ആറാലമൂട് ഗോപൻ്റെ മരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു, ഇന്ന് സംസ്കരിക്കും. അതാണ് ദേശാഭിമാനി എഴുതിയത്. മീഡിയ കൊണ്ടും ഏകദേശം അതേപോലെ തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ന് നടന്നത്, അപ്പോൾ ഇതിനെതിരെ ചില സംഘി ക്യാപ്സ്യൂളുകളുമായി ഇറങ്ങിയ ആളുകൾ പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഒരു സ്വാമിയെ അധിക്ഷേപിക്കുന്ന കണ്ടില്ലേ, ഗോപൻ എന്ന് മാത്രമേ വിളിക്കൂ. എന്നിട്ട് ഈ മീഡിയ കൊണ്ടിൻ്റെ സമുദായത്തെയും അവരുടെ ആചാരങ്ങളെ ഒക്കെ തെറി പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെയുള്ള പ്രചരണം നടന്നത്. ഏതായാലും ആറാലമൂട് മണിയൻ എന്ന് പറയുന്ന ചുമട്ടുതൊഴിലാളി, അദ്ദേഹം ഗോപനായി, അദ്ദേഹം സ്വാമിയായി, അദ്ദേഹം സന്യാസിയായി എന്നൊക്കെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അതിനെ വിശ്വസിക്കുന്നവർക്കും പറയാം. പക്ഷേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ എന്തെഴുതണം എന്ന് തീരുമാനിക്കേണ്ടത് മാധ്യമങ്ങൾ തന്നെയാണ്. കാരണം ഇങ്ങനെ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ എഴുതാൻ പാടുള്ളതല്ല. അതിന് തെളിവാണ് ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ തന്നെ ആറാലമൂട് സ്വദേശി ഗോപൻ്റെ മരണം വീണ്ടും സംസ്കാരം നടത്തി എന്ന തരത്തിൽ, സമാധി ഇരുത്തി എന്ന തരത്തിൽ തന്നെ ഇന്ന് വാർത്ത കൊടുത്തു. പ്രത്യേകിച്ച് മലയാള മനോരമ അങ്ങനെ പെട്ടെന്ന് മനം മാറ്റുന്ന ആളുകളല്ല. മനോരമ എഴുതി ആറാലമൂട് സ്വദേശി ഗോപൻ എന്ന് തന്നെയാണ് ഹെഡ്ലൈൻ. അപ്പോൾ മനസ്സിലാക്കുക, ജനാധിപത്യ സമൂഹം മുഴുവൻ ഗോപൻ തന്നെയാണ്. അല്ലാതെ ഗോപൻ സ്വാമിയൊക്കെ ആകണമെങ്കിൽ അതിന് സന്യാസ ദീക്ഷ എന്ന സംഭവമുണ്ട്, അതിന് സന്യാസി പരമ്പരകളുണ്ട്, അഖാഡകളുണ്ട്, അവിടെയൊക്കെ സന്യസിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മഹാകുംഭമേളയൊക്കെ കാണുന്നില്ലേ, ഈ സന്യാസിമാരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പൊതുസമൂഹങ്ങളിൽ കണ്ടിട്ടുണ്ടോ? എത്ര പേരാണ്, കോടിക്കണക്കിന് ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ മഹാകുംഭമേളയ്ക്ക് എത്തുന്നത്. അവരുടെ സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ഇവൻ തുന്നലുകളുള്ള കുപ്പായം പോലും ഇടാതെ അത്രമാത്രം ലോകവുമായി, അതായത് ബാഹ്യലോകവുമായി ഇടപെടാതെ കഴിയുന്ന ആളുകളാണ് സന്യാസിമാരുടെ ഗണത്തിൽ വരുന്നത്. പല പല അഖാഡകളുണ്ട്, പല ആചാര രീതികളുണ്ട് അവർക്ക്. പക്ഷേ ഇത് കുടുംബമായി ജീവിച്ച ഒരു കുടുംബക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്നു എന്ന് വെച്ച് സമാധി ഇരുന്നു എന്ന് പ്രചരിപ്പിക്കുക. ഇപ്പോൾ പറയുന്നത് തീർത്ഥാടന കേന്ദ്രമാക്കാൻ പോകുന്നു എന്നാണ് മക്കളുടെ ആഗ്രഹം. അതെന്തുമാകട്ടെ, അവരുടെ ആഗ്രഹം എന്തുമാകട്ടെ. പക്ഷേ ഗോപൻ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന എഴുന്നള്ളത്ത് മഹാമഹമൊക്കെ, മരിച്ച് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിക്കണം എന്നുള്ളതാണ് പൊതു ചട്ടം. അത് 8 ദിവസം ജീർണിച്ച മൃതദേഹം വീണ്ടും കേസിൻ്റെ ഭാഗമായി, അന്വേഷണത്തിൻ്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് മൃതദേഹം ചെമ്പട്ട് പുതപ്പിച്ച് ഇങ്ങനെ റോഡ് നീളെ കൊണ്ടുപോവുകയാണ്. ഇത് എന്തുമാത്രം സുരക്ഷിതത്വമില്ലായ്മയാണ്, അല്ലെങ്കിൽ രോഗങ്ങൾ
പടരുന്നതിന് ഇടയാക്കുന്നതാണ് എന്ന ബോധമൊന്നും ഇവർക്ക് ഇല്ലാതെ പോയി. മഹാസമാധിയോ സമാധിയിരുത്തലോ വേണമെങ്കിൽ മൊബൈൽ മോർച്ചറിയിൽ തന്നെ കൊണ്ടുപോകാമായിരുന്നല്ലോ. അങ്ങനെ ഒരു സുരക്ഷിതത്വം, സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം മാനിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനെതിരെയൊക്കെ നിയമ നടപടിയൊക്കെ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മഹാസമാധി ഇരുത്തി അതെത്ര ആദ്യം 500 കിലോ ഭസ്മവും 50 കിലോ കർപ്പൂരവുമാണ് അവർ കരുതി വെച്ചിരുന്നത്. ആദ്യത്തെ സമാധിയിലാണെങ്കിൽ ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന ഇടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് കെട്ടിയപ്പോൾ അത് വിസ്തൃതമാക്കി, കുറച്ചുകൂടി വിശാലമായി പണിതു. അതിനകത്ത് ഇദ്ദേഹത്തെ ഇരുത്തിയ ശേഷം 500 കിലോ ഭസ്മം ഇട്ടു, പിന്നെ 50 കിലോ കർപ്പൂരം ഇട്ടു. എന്നിട്ടും നിറയുന്നില്ല. പിന്നെ വീണ്ടും 1500 കിലോ ഭസ്മം കൂടി വാങ്ങേണ്ടി വന്നു, 200 കിലോ കർപ്പൂരം കൂടി വാങ്ങേണ്ടി വന്നു. ഏകദേശം 2000 കിലോ ഭസ്മവും 250 കിലോ കർപ്പൂരവുമാണ് ഈ സമാധി, അതായത് ഇദ്ദേഹത്തെ ഗോപനെ മറവു ചെയ്യുന്നതിന് വേണ്ടി മക്കളും അതുപോലെ തന്നെ അവിടെ കൂടിയ ഹൈന്ദവ സംഘടനകളും സംഘപരിവാർ സംഘടനകളും കൂടി ശേഖരിച്ചതും വാങ്ങിയതും. പിന്നെ ചില സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ, ചില മഠങ്ങളുടെ അധിപന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ശവസംസ്കാര ചടങ്ങ് നടന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജനാധിപത്യ അല്ലെങ്കിൽ സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോൾ ജനാധിപത്യം കുഴപ്പമില്ല. ജനാധിപത്യത്തിനകത്ത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ടാകും, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അത് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരു സാക്ഷര സമൂഹത്തിൽ, ഒരു ശാസ്ത്ര അവബോധമുള്ള സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ പരിഷ്കൃത സമൂഹമെന്ന് നമ്മൾ ആത്മാഭിമാനം കൊണ്ട് പുളകിതരാകുമെങ്കിലും, കേരളമെന്ന് കേട്ടാൽ അഭിമാനം വാനോളം ഉണ്ടാകുമെന്നൊക്കെ പറയുമെങ്കിലും, ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൻ്റെ ജീർണതയാണ് എടുത്ത് തുറന്നു കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല.